യുദ്ധം ഉടൻ അവസാനിപ്പിക്കണം. ഇറാന് ട്രംപിന്റെ അന്ത്യശാസനം. യുദ്ധം നിർത്താൻ ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇറാനെ പിടിച്ചുകെട്ടാൻ ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിർണായക നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. എന്നാൽ അമ്പിനും വില്ലിനും തങ്ങൾ അടുക്കില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ഇറാൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതിയുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും അത്തരം ചർച്ചകൾ ഒരിക്കൽ പോലും നടന്നിട്ടില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇതിനിടെ തന്നെ പശ്ചിമേഷ്യയിലേക്ക് ആയിരക്കണക്കിന് സൈനികരെ കൂടി അയക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ 15 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് കരുതുന്നതിൽ നിന്നും വിപരീതമായ ചില നീക്കങ്ങളുമാണ് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് തുറക്കണം, ആണവായുധം ഉപേക്ഷിക്കണം തുടങ്ങിയ 15 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇറാന് മുന്നിൽ ട്രംപ് മുന്നോട്ട് വെച്ചേക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു മാസത്തെ വെടിനിർത്തലിന് അമേരിക്കയുടെ സമ്മർദ്ദം കൂടെയാണ് ഇവിടെ വെളിവാകുന്നത്. മാത്രമല്ല, ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക, ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തന്നെ തുറന്നു നൽകുക എന്നിവയാണ് ട്രംപിന്റെ ഈ ഒരു പ്ലാനിലെ പ്രധാന ഘടകങ്ങൾ. ചർച്ചകൾ സുഗമമാക്കുന്നതിനായി തന്നെ ഒരു മാസത്തെ വെടിനിർത്തലിനും അമേരിക്ക ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ നടത്തിയ ചരിത്രപരമായ ഫോൺ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇത്തരമൊരു നിർണായക നീക്കം ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഭീകര ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണ ഇറാൻ ഇവിടെ അവസാനിപ്പിക്കണമെന്നും മേഖലയിലെ സമാധാനത്തിന് അവിടെ വിഘാതമായ എല്ലാ സൈനിക നീക്കങ്ങളും പിൻവലിക്കണമെന്നും അമേരിക്ക ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ഇന്ധനവില ഇവിടെ കുതിച്ചുയരുന്നത് തടയാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് അനിവാര്യമാണ് എന്നതാണ് മോദിയുമായുള്ള ചർച്ചയ്ക്കിടെ തന്നെ ട്രംപ് ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇറാന്റെ നിലപാട് ഈ പദ്ധതിയുടെ ഭാവി തീരുമാനിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. മുൻകാലങ്ങളിലായി സമാനമായ സമാധാന കരാറുകളോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഇറാൻ ആകട്ടെ തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തന്നെ ഈ 15 ഇന പദ്ധതികളെ കാണുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു കണക്കാക്കുന്നു എന്ന ഒരു സാധ്യതയായി തന്നെ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടി ലഭിച്ചില്ല എങ്കിൽ ഉപരോധങ്ങൾ കൂടുതൽ ഘടിപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു. ആണവായുധങ്ങൾ എന്നേക്കുമായി തന്നെ ഉപേക്ഷിക്കുക എന്ന കർശന നിർദ്ദേശം ഇറാൻ അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ഇപ്പോൾ ലോകമടക്കം ഉറ്റുനോക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാന ശ്രമങ്ങൾ അതീവ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇന്ധന സുരക്ഷയും പ്രവാസികളുടെ സുരക്ഷിതത്വവും ഈ ചർച്ചയുടെ വിജയത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ട്രംപ് മോദി സൗഹൃദം പശ്ചിമേഷ്യയിലെ ഒരു മഞ്ഞുരുകാൻ കാരണമായേക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പലരും മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇതൊരു നയതന്ത്രത്തിന്റെ ഒരു അടിസ്ഥാനമായി തന്നെ കണക്കാക്കപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം അവിടെ പുറത്തു വരുന്നതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭാവി കൂടുതൽ വ്യക്തമാവുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.